കണ്ണൂരിലെ ക്ഷേത്രത്തിൽ മൃഗബലി നടന്നുവെന്ന കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറിന്റെ ആരോപണം അന്വേഷിച്ചുവെന്ന് ദേവസ്വം മന്ത്രി കെ. രാധാകൃഷ്ണൻ. തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ അങ്ങനെയൊന്നും നടന്നിട്ടില്ല. വേറെ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. അപ്പോൾ രാജരാജേശ്വരി ക്ഷേത്രത്തിലാണ് ഈ മൃഗബലി നടത്തിയെന്നാണ് അദ്ദേഹം ആരോപിച്ചിരുന്നത്. അപ്പോൾ തന്നെ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു, മറ്റ് രീതിയിലും അന്വേഷിച്ചിരുന്നു. അതിലൊന്നും തന്നെ അങ്ങനെ ക്ഷേത്രമോ ക്ഷേത്ര പരിസരത്തോ ആയിട്ട് അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്നാണ് പ്രാഥമികമായിട്ടുള്ള കിട്ടിയ റിപ്പോർട്ട്. ദേവസ്വം ബോർഡ് തന്നെ കൃത്യമായി അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ആരോപണം ഉന്നയിച്ചതെന്നുള്ളത് അത് പരിശോധിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ വേറെ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. കാരണം മൃഗബലി നടത്താൻ പാടില്ല എന്നുള്ളത് 1968 നിയമം തന്നെയുണ്ട്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കേരളത്തിൽ എവിടെയെങ്കിലും അത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും നമ്മൾ പരിശോധിക്കുന്നതാണ്. സാധാരണ രീതിയിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഡി.കെ. ശിവകുമാറിന്റെ മൃഗബലി ആരോപണത്തിൽ സർക്കാർ അന്വേഷിച്ച് വസ്തുത കണ്ടെത്തണമെന്ന് രമേശ് ചെന്നിത്തല. തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ അത് ഉണ്ടാവില്ലെങ്കിലും മറ്റെവിടെയെങ്കിലും മൃഗബലി നടന്നോ എന്ന് കണ്ടെത്തണമെന്ന് രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു. കർണാടക ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ശ്രീ ഡി.കെ. ശിവകുമാർ പറഞ്ഞ കാര്യം ഗവൺമെന്റ് അന്വേഷിക്കേണ്ടതാണ്. അദ്ദേഹത്തിന്